നീ എന്നെ പോലീസുകാർക്ക് ഒറ്റ കൊടുക്കൂല്ലേടാ? ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലെന്നപ്പോ നീ എന്തൊക്കെ പറഞ്ഞത്? ഒറ്റാർത്തോലെ കുതിപ്പിടണ്ടാവനെ കേട്ടാ, ഒറ്റാർത്തോലെങ്കിൽ നീ എന്ത് വിചാരിച്ചു? ഞാൻ പോലീസുകാരെ ഉണ്ടായി കളഞ്ഞോ വിചാരിച്ചാ? ഒറ്റാർത്തോളം കൊന്നാ ഞാൻ. നിനക്ക് എന്ത് പറഞ്ഞു? നിനക്ക് ആവശ്യമുള്ള ആൾക്കാരെ വിളിയാ കേൾപ്പാടി പറഞ്ഞത് കേരളം പറഞ്ഞാ പറഞ്ഞത് അങ്ങോട്ട്. പോലീസുകാരെ ഉണ്ടാക്കുന്നു വിചാരിച്ചാടാ? സാറേ കുത്തും ഞാൻ, സത്യം കുത്തേ. സാറേ ഒന്നും ചെയ്യല്ലേ സാറേ, പ്ലീസ് സാറേ ഒന്നും ചെയ്യല്ലേ സാറേ. വണ്ടി വണ്ടി ഇത് കളിക്ക് കേട്ടാ. നീ അപ്പോ അപ്പോ അപ്പൊ ഞാൻ റിങ്ങി റിങ്ങിന്ന് മക്കളെ എന്താ പിച്ചുമ്പയൊക്കെ പറയണേ? അപ്പോ ഞാനാ? ഓ, ഞാൻ അത് കേട്ടിട്ടില്ലേ മേളിന്ന് ഇറങ്ങി വന്നത്. എന്താ കത്തി താഴെ ഇടാനോ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. മക്കളെ അപ്പൊ വഴി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നോ? എന്ത് സ്വപ്നം? അതൊന്നും നിന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവൂല. ആ പോയി, മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാ എനിക്ക് മനസ്സിലാവും. അപ്പൊ കാര്യം പറ. മക്കളെ അപ്പൂപ്പനെ ജീവിതത്തിൽ ഒരു പോലീസുകാരനാവാനാണ് ആഗ്രഹം. എന്നിട്ട് എന്താ ആവാത്ത? അപ്പൂപ്പന്റെ മാമന്റെ മോൻ പോലീസുകാരനാണ്. അവനാണെങ്കിൽ പിടിയിട്ടോ പുള്ളിയെ ഇവൻ പിടിച്ച്. അപ്പൊ ലാസ്റ്റ് പതിന് വരെ ഇവൻ അവാർഡ് വാങ്ങി. ഇവൻ നാട്ടിൽ വന്നിറങ്ങി. എന്റെ പൊന്നെ എന്തൊരു ജനം ഇവനെ കാണാൻ. അവന് പേരും പെരുമയൊക്കെ ഉണ്ട്. അപ്പം മുതൽ അപ്പൂപ്പൻ ആലോചിച്ച് എനിക്കും ഒരു പോലീസുകാരാവണം. പിന്നെ പോലീസുകാരനാവാൻ ശ്രമിച്ചൂടായിരുന്നാ? അതിലും ഉണ്ട് മക്കളെ ഒരു കഥ. അതെന്തോ കഥ? അപ്പൂപ്പന്റെ കുടുംബത്തിലെ എന്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ 7 മക്കളാണ്. മൂത്ത മോനാണ് ഞാൻ. എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ ആ കുടുംബം നോക്കണമെങ്കിൽ അപ്പൂപ്പനെ ഉള്ളൂ. അമ്മയെ കൊണ്ട് പറ്റിയൊന്നുമില്ല. അപ്പൂപ്പൻ എന്ത് ചെയ്ത് ജോലിക്ക് വേണ്ടി അങ്ങ് ഇറങ്ങി ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് മേസ്ത്രിയുടെ ചോദിച്ചു, എന്തെങ്കിലും ഒരു പണി തരണം. എൻ്റെ കഷ്ടതകളൊക്കെ പറഞ്ഞു. അങ്ങേര് നല്ലൊരു മനുഷ്യനായിട്ട് എന്നെ പിടിച്ച് നിർത്തി. ഞാൻ അവിടെ ജോലി ചെയ്ത് എനിക്ക് ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ഈ പൈസ എല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ടു കൊടുത്തു, അമ്മരെ കൊണ്ടു കൊടുത്തു. അവിടുത്തെ കാര്യങ്ങളൊക്കെ മംഗളോട്ട് വന്നപ്പം എനിക്ക് പിന്നെ വർക്ക്ഷോപ്പ് പണിയിൽ കൂടെ അങ്ങോട്ട് ഭയങ്കര താല്പര്യം. അവിടെ നിന്ന് നല്ലൊരു പണിക്കാരനായി, ഹെഡ് മേസ്ത്രി വരെ ആയി ഞാൻ. അപ്പം ഞാൻ ആലോചിച്ച് ഇനി നമ്മൾ പോലീസും ഗീലീസും പോയിട്ട് കഥ തോന്നും. എൻ്റെ ജീവിതം ഇത് തന്നെ. അങ്ങനെ പറ്റിപ്പോയതാണ് മക്കളെ. ഇല്ലെങ്കിൽ അപ്പം രക്ഷപ്പെട്ടു പോയനെ. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ചെറുപ്പത്തില്? മക്കളെ, ജീവിതം ആവുമ്പോഴത്തേക്ക് കഷ്ടപ്പാടും സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികം. അതൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടിട്ട് ഒരു കഥയില്ല മക്കളെ. അപ്പുവിന്റെ കഷ്ടപ്പാടൊക്കെ നോക്കുമ്പോ ഞങ്ങളുടെ ഒന്നും അല്ല.
എന്ത് സുഖ ജീവിതമാണല്ലേ. ഉം.